യൂറോപ്പ് കൊടും ചൂടിലാണ്. ഇനിയും ചൂടുയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻകാല റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ബ്രിട്ടൻ ജൂണിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ഭൂരിഭാഗം ഉയർന്ന ചൂടിന്റെ പിടിയിലാണ്. തെക്കൻ ഇംഗ്ലണ്ടിൽ 35.8 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. 80 വർഷങ്ങൾക്ക് മുൻപുള്ള റെക്കോർഡിന് ശേഷം ഏറ്റവും ചൂടേറിയ ദിവസം ഫ്രാൻസിലും രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച തെക്കുപടിഞ്ഞാറൻ പട്ടണമായ പിസോസിൽ താപനില 44.3 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു. ബുധനാഴ്ച പാരീസിൽ താപനില 40.9 ഡിഗ്രി സെൽഷ്യസ് ആയി. ഫ്ലോറൻസ്, മിലാൻ, റോം, ട്യൂറിൻ, വെറോണ എന്നിവയുൾപ്പെടെ 16 നഗരങ്ങളെ ഇറ്റലിയുടെ ആരോഗ്യ മന്ത്രാലയം ഏറ്റവും ഉയർന്ന താപജാഗ്രതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയ്ക്ക് ശേഷം ഉഷ്ണതരംഗം കൂടുതൽ രൂക്ഷമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്രാൻസിൽ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത് 48 പേരാണെന്നും കാറിനുള്ളിൽ വെച്ചുള്ള ചൂടിൽ 2 കുട്ടികൾ മരിച്ചതായും അധികൃതർ പറയുന്നു. ജൂൺ അവസാനത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങൾ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ബുധനാഴ്ച സ്ഥിതിഗതികൾ ശാന്തമാകാൻ തുടങ്ങിയെങ്കിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ദിവസങ്ങളിൽ 2 വൃദ്ധർ ചൂടുബാധ മൂലം മരിച്ചതായി സ്പെയിനും റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിലെയും പേസ് ഡി ലാ ലോയിറിലെയും കോഴി ഫാമുകളിലെ ലക്ഷക്കണക്കിന് പക്ഷികളും ചുട്ടുപൊള്ളുന്ന താപനിലയിൽ ചത്തുവീഴുന്നതായി രേഖപ്പെടുത്തുന്നു. റോയിറ്റേഴ്സ് ക്ലൈറ്റ് മോണിറ്ററിന്റെ റിപ്പോർട്ട് പ്രകാരം ഒമേഗ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ രീതിയാണ് ഉഷ്ണതരംഗത്തിന് കാരണമാകുന്നത്. ഇത് സാധാരണത്തേക്കാൾ 18 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർത്തുന്നു. ഗ്രീക്ക് അക്ഷരമായ ഒമേഗയുടെ ആകൃതിയോട് സാമ്യമുള്ള ഈ പ്രതിഭാസത്തിൽ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൈപ്പിടിയിൽപ്പെട്ട് അമരുമ്പോൾ ലോകം മുഴുവനും അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.